അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കുളിക്കേണ്ടതുണ്ടായിരുന്നു അല്ലെ? നിങ്ങൾ എന്തൊക്കെ ചെയ്തു? കുളിക്കേണ്ടതുണ്ടായിരുന്നു, ബസ്സിൽ കയറേണ്ടതുണ്ടായിരുന്നു, ഇന്നലെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എനിക്ക് അച്ഛന്റെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് നമ്മൾ ഒരു യൂസേജ് ആണ് ഇംഗ്ലീഷ്. നമ്മൾ എപ്പോഴും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ എനിക്കത് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അങ്ങോട്ട് പോകേണ്ടതുണ്ടായിരുന്നു, അവനെ കാണേണ്ടതുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള സംഭവം. ഈ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവത്തിന് ഒരു ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു എന്നല്ല ചെയ്യേണ്ടതുണ്ടായിരുന്നു പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് ഇംഗ്ലീഷിൽ ഹാഡ് ടു. അപ്പൊ ഓക്കെ, ഹാഡ് ടു എന്ന് പറയുന്ന അർത്ഥം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഹാഡ് ടുവിന്റെ അർത്ഥം. നമുക്ക് കുറച്ച് എക്സാംസിലൂടെ പോവാം. ഓക്കെ, അപ്പൊ എനിക്ക് പഠിക്കേണ്ടതുണ്ടായിരുന്നു. ശിവാനി പറയൂ, എന്താണ്? I had study. ഓക്കെ, നീ പറയൂ, എനിക്ക് വരേണ്ടതുണ്ടായിരുന്നു. I had to come. I had to study. ഇവര് പറഞ്ഞു I had to come, എനിക്ക് വരേണ്ടതുണ്ടായിരുന്നു. Pass to him. എനിക്ക് കളിക്കേണ്ടതുണ്ടായിരുന്നു. I had to play. വെരി ഗുഡ്, പാസ്. നീ പറയൂ, അവന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു. അവന് He had to go hospital. യെസ്, വെരി ഗുഡ്. ഇവിടെ പാസ് ചെയ്യും. അവൾക്ക് ഉറങ്ങേണ്ടതുണ്ടായിരുന്നു. She had to sleep. എക്സലന്റ്. ഇവർക്ക് എഴുതേണ്ടതുണ്ടായിരുന്നു. Writing. Right. They had to write. Repeat again. They had to write. Yes. ഇവർക്ക് കേൾക്കേണ്ടതുണ്ടായിരുന്നു. സോറി, ഞങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ടായിരുന്നു. We had to hearing. Very good.